ബെന്നി തോമസ് സംവിധാനം ചെയ്ത ചിത്രമാണ് മൈലാഞ്ചി മുഞ്ചുള്ള വീട്. ചിത്രം തിയേറ്ററുകളിലെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ചിത്രത്തിൻ്റെ മുഞ്ചുള്ള പാട്ടുകളുടെ വിശേഷങ്ങളുമായി സംഗീത സംവിധായകൻ അഫ്സൽ യൂസഫാണ് ബി പോസിറ്റീവിൽ അതിഥിയായിട്ടുള്ളത്. അദ്ദേഹം കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് ചേരുന്നു. അഫ്സൽ, ബി പോസിറ്റീവിലേക്ക് സ്വാഗതം. നമസ്കാരം. മൈലാഞ്ചി മുഞ്ചുള്ള വീട്ടിലെ പാട്ടുകൾക്കും വളരെ മുഞ്ചുള്ള പാട്ടുകൾ തന്നെയാണ്. എങ്ങനെയാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം? വളരെ നല്ല പ്രതികരണമാണ് കേരളം മുഴുവൻ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് കാരണം ഞാൻ താമസിക്കുന്നത് എറണാകുളത്താണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കോൾസ് വരുന്നത് മലബാർ ഏരിയയിൽ നിന്നാണ്. കാരണം ഈ മുസ്ലിം ടച്ചുള്ള പാട്ടുകളായത് കാരണം കൊണ്ട് അങ്ങനെയുള്ള സോങ്സ് കേട്ടിട്ട് ഇത് റേഡിയോയിൽ അതുപോലെ തന്നെ ചാനൽസിലും യൂട്യൂബിലും ഒക്കെ വരുന്ന സമയം മുതലേ തന്നെ നല്ല അപ്രിസിയേഷൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. പക്ഷേ സിനിമ റിലീസായതിനു ശേഷം സിനിമയെ കൂടെ അവർ നേരിട്ട് പോയി കണ്ടതിന് ശേഷം വളരെ നല്ല പ്രതികരണമാണ് കേരളത്തിലെ അങ്ങോളമങ്ങളുള്ള ആളുകളുടെ ഇടയിൽ നിന്നും ലഭിക്കുന്നത്. അഫ്സൽ, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു മുസ്ലിം പശ്ചാത്തലത്തിലുള്ള ചിത്രം, ഒരുപാട് താരങ്ങൾ, ജയറാം, മധു, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. ഒരു ബോളിവുഡ് ചിത്രങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കും വിധത്തിലാണ് ഇതിൻ്റെ ഗാനങ്ങളുടെ ചിത്രീകരണങ്ങളും എല്ലാം. ഈ ഗാനങ്ങൾ ഒരുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ശ്രദ്ധ ചെലുത്തിയിരുന്നോ? ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയിട്ടുള്ള ഉദയേട്ടനും സിബിയേട്ടനും അതുപോലെ ബെന്നിച്ചേട്ടനും എന്നോട് ഈ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്നോട് മെയിനായിട്ട് പറഞ്ഞിരുന്ന കാര്യം, തീർച്ചയായിട്ടും ഇത്തരം പശ്ചാത്തലത്തിൽ ഏത് പടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിലെ പാട്ടുകളെല്ലാം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ട്രഡീഷണൽ, അതായത് നമ്മൾ ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് ഈ ഒരു കൾച്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്തെങ്കിലും പുതുമയാർന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തമായിരുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് അത്രയും നന്നായിരിക്കും എന്നോട് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ ചേട്ടാ, മാക്സിമം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് കഴിയാവുന്നത് ഞാൻ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ശ്രേയ ഘോഷാൽ, രഞ്ജിത്ത് എന്നിവർ പാടിയിട്ടുള്ള വാഹിദ എന്ന് പറഞ്ഞ സോങ്ങിലാണെങ്കിലും അതിലൊക്കെ നമ്മൾ ഈ പറയുന്ന ഇപ്പം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ബോളിവുഡ് ഒരു ഹിന്ദി ഒരു മൂഡ് കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത്തരം ഒരു മൂഡ് നിലനിർത്തുന്ന രീതിയിൽ തന്നെയുള്ള എന്നാൽ മുസ്ലിം ടച്ച് വിടാതെയുള്ളൊരു ഗാനം ചെയ്യാനുള്ള ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിലെ അധികം ബഹളമൊന്നുമില്ലാതെ മെലഡി കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു പാട്ടാണ് ഈ തമ്മിൽ തമ്മിൽ എന്നുള്ള പാട്ട്. ചിത്രത്തിലെ മറ്റ് 2 പാട്ടുകൾ കൂടിയുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ കൂടി ഒന്ന്, അത് ഏത് ശൈലിയിലുള്ളതാണ്, അതിനെപ്പറ്റി കൂടി. ഞാൻ നേരത്തെ സംസാരിച്ചത് ശ്രേയ ഘോഷാലിൻ്റെ പാട്ടിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ പ്ലേ ചെയ്തിട്ടുള്ളത് നജീം അർഷാദും വിജയ് യേശുദാസും സിത്താരയും കൂടെ ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. അത് ഈ ഒരു ഫാമിലി അവരുടെ ഒരു അങ്ങനത്തെ ഒരു സോങ് ആയിട്ടാണ്, ഒരു ഫാമിലി മൂഡുള്ള ഒരു സോങ് ആയിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഫോക്കിഷ് എലമെന്റ് ഒക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഈ പാട്ട്, ഇപ്പം നമ്മളിപ്പോൾ തൊട്ടുമ്പോൾ കണ്ട പാട്ട് നമ്മൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇനിയുള്ള 2 പാട്ടുകൾ എന്ന് പറയുന്നത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു മുസ്ലിം ടച്ച് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ഹിന്ദി, ഒരു സൂഫി അങ്ങനത്തെ ഒരു സ്റ്റൈലുള്ള ഒരു അങ്ങനത്തെ ഒരു ട്യൂണിൽ നിന്നും, അല്ലെങ്കിൽ അങ്ങനത്തെ വരികളുള്ള ഒരു ട്യൂണിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് നമ്മുടെ കൾച്ചറിൻ്റെ മ്യൂസിക് ചേരുന്ന രീതിയിലുള്ള പാട്ടായിട്ട് അതിന് തുടർന്ന് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിന്ദി ലിറിക്സ് വെച്ചിട്ടാണ്. പക്ഷേ പിന്നീട് ശ്രേയ ഘോഷാൽ അവരുടെ പാട്ട് ആരംഭിക്കുന്നത് മലയാളം വരികളിലൂടെയാണ്. ശ്രേയ ഘോഷലും രഞ്ജിത്തുമാണ് പാടിയിട്ടുള്ളത്. അതുപോലെ തന്നെ റിമി ടോമിയും യാസിൻ നിസാറും അൻവർ സാദത്തും കൂടെ ചേർന്നിട്ട് ഇതിലെ വളരെ മനോഹരമായിട്ടുള്ള വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സോങ് പാടിയിട്ടുണ്ട്. അത് ശരിക്കും ഒരു ടിപ്പിക്കൽ മുസ്ലിം കൾച്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അഫ്സൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ മുസ്ലിം പശ്ചാത്തലത്തിലുള്ള ഒരു ചിത്രമാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ മലബാറിൻ്റെ തനത് ശൈലികളെയോ അല്ലെങ്കിൽ തനത് ഒപ്പന ശൈലികളെയോ ഒക്കെ അത്തരത്തിലുള്ള സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ പാട്ടുകൾ ഒരുക്കുമ്പോൾ ഇത്തരത്തിലുള്ള പാട്ടുകൾ ഇതിനു മുൻപും മലയാളത്തിൽ വന്നിട്ടുണ്ട്. അഫ്സലിൻ്റെതായ ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത് ഏത് രീതിയിലാണ്?
ഞാൻ ശ്രമിച്ചിട്ടുള്ളത് നമ്മളെപ്പോഴും ട്രഡീഷണലായിട്ട് കേൾക്കുന്ന ആ ഒരു ട്യൂൺ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോർമാറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പുതിയതായിട്ടുള്ള രീതിയിലുള്ള ഓർക്കസ്ട്രേഷൻ അതിന് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു മെലഡി കൂടെ, അതായത് ഒരു നമ്മളെപ്പോഴും കേൾക്കുന്ന ട്യൂൺ എന്നുള്ളതിലുപരിയായിട്ട് കുറച്ചുകൂടെ ഒരു മെലോഡിയസ് എലമെന്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ സ്ഥിരം ഒരു എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു പലപ്പോഴും നമ്മൾ മാപ്പിളപ്പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് പാട്ടുകൾ, ഒരു 10 പാട്ട് അടുപ്പിച്ച് കേട്ടാൽ ചിലപ്പോൾ സിമിലാരിറ്റി ഫീൽ ചെയ്യുന്ന ഒരുപാട് പാട്ടുകൾ നമുക്ക് ഒരുമിച്ച് കേൾക്കാൻ സാധിക്കും. അത് അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി മാക്സിമം പരിശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും അഫ്സലിൻ്റെ മറ്റ് സിനിമ വിശേഷങ്ങളിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ, എനിക്ക് 2005 ബിജു വർക്കി സംവിധാനം ചെയ്ത ചന്ദ്രനിലേക്കുള്ള ഒരു യാത്രയിൽ നിന്ന് സിനിമയിലേക്ക് ആദ്യ കാൽവയ്പ് നടത്തുന്നു. അവിടെ നിന്ന് ഇപ്പോൾ 2014 മൈലാഞ്ചി മൊഞ്ചുള്ള വീട് എന്ന ചിത്രത്തിൽ എത്തി നിൽക്കുന്നു. ആ ഒരു യാത്രയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പോയ വർഷം വളരെ മികച്ച വിജയത്തിൻ്റെ വർഷം കൂടിയായിരുന്നു. തീർച്ചയായിട്ടും 2005 എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഒരു കമേഴ്ഷ്യൽ ഫിലിം എന്നുള്ള രീതിയിൽ 2008 ഞാൻ തുടങ്ങി. 2009 പുറത്തു വന്നിട്ടുള്ള കലണ്ടറാണ് എനിക്കൊരു കമേഴ്ഷ്യൽ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിലുള്ള ഒരു ലേബൽ എനിക്ക് ഉണ്ടാക്കി തന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഡയറക്ടർ മഹേഷ് ചേട്ടനോടും ബാബു ജനാർദ്ദൻ ചേട്ടനോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കരിയറിൽ തന്നെ വളരെ ബ്രേക്കായി മാറിയിട്ടുള്ള ഒരു ചിത്രമാണ് ഇമ്മാനുവൽ. കാരണം ലാൽ ജോസ് ചേട്ടനെ പോലുള്ള ഒരു ഡയറക്ടർ, മമ്മൂക്ക ആക്ട് ചെയ്യുന്ന ഫിലിം, ഫഹദ് ഫാസിൽ അടക്കമുള്ള വലിയ താരനിര, ഇവരുടെ കൂടെ എല്ലാം വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് 2013 തന്നെ സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് സ്പെഷ്യൽ ജൂറി മെൻഷനും എനിക്ക് ലഭിക്കുകയുണ്ടായി. ഗോഡ് ഫോർ സെയിലിനും ഇമ്മാനുവലിനും. അതുപോലെ തന്നെ ഇമ്മാനുവലിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ സാധിക്കുകയും അതിനെ തുടർന്ന് ഗോഡ് ഫോർ സെയിലിന്റെയും പറങ്കിമല എന്ന് പറഞ്ഞ ചിത്രത്തിന്റെയും ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ തികച്ചും ഇതെല്ലാം എനിക്ക് നൽകിയതിന് തീർച്ചയായിട്ടും ഞാൻ പടച്ചവനോട് ഞാൻ നന്ദി പറയുന്നു. കാരണം എനിക്ക് എൻ്റെ കരിയറിൽ വലിയ വലിയ ഇടവേളകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 2013 എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബ്രേക്കായി മാറിയിട്ടുള്ളത്. തീർച്ചയായും ഇമ്മാനുവലിലെ പശ്ചാത്തല സംഗീതം ഒരുക്കിയതും താങ്കളുടെ കരിയറിലെ ഒരു വലിയ വഴിത്തിരിവ് തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു. പൊതുവെ ചലച്ചിത്രം അല്ലെങ്കിൽ സിനിമ എന്ന് പറയുമ്പോൾ കാഴ്ചയുടെ ഒരു ഉത്സവം കൂടിയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ അന്ന് പശ്ചാത്തല സംഗീതം ഒരുക്കിയ ആ എക്സ്പീരിയൻസും കൂടി ഒന്ന് ഓർത്തെടുക്കാനാവുമോ? തീർച്ചയായിട്ടും ലാൽ ജോസ് ചേട്ടൻ അങ്ങനെ ഒരു ധൈര്യം കാണിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇമ്മാനുവലിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചത്. പ്രത്യേകം അത് എത്ര ചേട്ടൻ്റെ അടുത്ത് നന്ദി പറഞ്ഞാലും മതിയാവില്ല ആ ഒരു കാര്യത്തിന്. കാരണം മറ്റാരും കാണിക്കാത്ത ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടറിന് തീർച്ചയായിട്ടും ആർക്ക് വേണമെങ്കിലും ഒരു ഭയം ഉണ്ടാകുന്ന കാര്യമാണ് വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യിപ്പിക്കുമ്പോൾ അതെങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞത്, നിനക്ക് അതിനുള്ള ധൈര്യമുണ്ടെങ്കിൽ, നിനക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഹെഡ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനായിട്ട് എന്നെ പ്രാപ്തനാക്കിയത് ശരിക്കും ബേസിക്കലി ഞാനൊരു കീബോർഡ് പ്രോഗ്രാമറാണ്. ഇതിനു മുമ്പ് വിഷ്വൽ ഇമ്പോർട്ടൻസ് ഉള്ള പല വർക്കുകൾക്കും വേണ്ടിയിട്ട് ഞാൻ കീബോർഡ് പ്രോഗ്രാമിംഗ് ചെയ്യുകയും ഫിലിമിന്റെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഭാഗമായി മാറുകയും കോളേജിൽ പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ സെൻട്രൽ പിക്ചേഴ്സ്, സെവൻ ആർട്സ് എന്നീ വലിയ വലിയ കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സീരിയൽസിന് വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതുപോലെ തന്നെ ഡയറക്ടർ കമൽ അങ്കിൾ, അദ്ദേഹത്തിന്റെ കറുത്ത പക്ഷികൾ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ ചാനൽ പ്രൊമോ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2006 എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു. ആ എക്സ്പീരിയൻസ് ആണ്, ഒരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിലുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ എന്നെ പ്രാപ്തനാക്കി തീർത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും പറങ്കിമലയിലെ പാട്ടുകളെ കുറിച്ചും പറയാതിരിക്കാൻ ആവില്ല. മഴയിൽ നിറയും എന്ന പാട്ട് യൂട്യൂബിൽ വളരെ ഹിറ്റായിരുന്നു. ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ 12 ലക്ഷത്തോളം പേരാണ് ആ പാട്ട് യൂട്യൂബിൽ കണ്ടത്.
അതെ, അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഫറക്കിമല എന്ന് പറയുന്നത് ഒരു ചെറിയ ചിത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഭരതൻ സാറ് വർഷങ്ങൾക്ക് മുമ്പ് വളരെ മനോഹരമായി എടുത്തൊരു ചിത്രമാണെങ്കിലും ഇതിന്റെ റീമേക്ക് വരുന്ന സമയത്ത് വലിയൊരു സ്റ്റാർ കാസ്റ്റിങ്ങോ വലിയ ബാനറുകളുടെ ഒരു പിൻബലവും ഇല്ലാതെയാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പടം റിലീസാകുന്നതിന് മുമ്പ് തന്നെ യൂട്യൂബിൽ പാട്ട് വന്നപ്പോഴേ തന്നെ അത് ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. യൂട്യൂബിലെല്ലാം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റേഡിയോ ചാനൽസ് എല്ലാവരും, TV ചാനൽസ് എല്ലാവരും തന്നെ അത് നല്ലതായി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്രയും ചെറിയ പടത്തിൽ അത്രയും ജനകീയമായൊരു സോങ് ചെയ്യാൻ സാധിച്ചതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും എനിക്ക് എടുത്തു പറയേണ്ടത് നജീം അർഷാദിന്റെ ഒരു സിംഗിങ് തന്നെയാണ്. തീർച്ചയായിട്ടും നജീം വളരെ മനോഹരമായിട്ടാണ് പാടിയിട്ടുള്ളത്. ഞാനും നജീമും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. പക്ഷേ അതിലുപരിയായിട്ട് നജീമിന്റെ ഒരു സിംഗിങ്, നജീമിന്റെ ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത് വളരെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ആ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം. റിമി ടോമിയും അൻവർ സാദത്തും യാസിനും ചേർന്ന് ആലപിച്ചിരിക്കുന്ന ഈ ഗാനം കേട്ടാൽ ഒരുപക്ഷെ ഒരു മുസ്ലിം കുടുംബത്തിലെ വിവാഹ ഒരുക്കങ്ങളിലേക്ക് നമ്മളെ കണ്ണടച്ചിരുന്നാൽ പോലും കൂട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു ഗാനമാണ്. അടുത്ത കാലത്തായി റിമി ടോമിയുടേതായി ഇറങ്ങിയ ഗാനങ്ങളിൽ ഒരു വ്യത്യസ്തതയാർന്ന ഗാനം കൂടിയാണ് ഇതെന്ന് തോന്നുന്നു, അല്ലേ? അങ്ങനെ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും. പിന്നെ റിമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, റിമി ഒരു ആങ്കറായിട്ടും സിംഗറായിട്ടും ഒരു നല്ല പെർഫോമറായിട്ടും എല്ലാ രീതിയിലും ആളുകൾക്ക് അറിയുന്നതാണ്. അതിലെല്ലാം ഉപരിയായി റിമി ടോമി എന്ന് പറയുന്ന ഒരു സിംഗർ തീർച്ചയായിട്ടും ഒരു മലയാള സിനിമയെ സംബന്ധിച്ചുള്ള ഒരു ലക്കി സിംഗർ കൂടിയാണ്. അവർ ഏത് പാട്ട് പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ പോപ്പുലാരിറ്റി വളരെ കൂടാറുണ്ട്, പല പാട്ടുകളും ഹിറ്റാകാറുണ്ട്. തീർച്ചയായിട്ടും ഈ പാട്ടിൻ്റെ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. വളരെ നല്ല പ്രതികരണങ്ങളാണ് ഈ പാട്ട് കേട്ടിട്ട്. പ്രത്യേകിച്ച് ഇതിന്റെ വിഷ്വലൈസേഷനെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിന്റെ ഡയറക്ടർ ബെന്നി ചേട്ടൻ, അദ്ദേഹം വളരെ മനോഹരമായിട്ടാണ് ഇത് പിക്ചറൈസ് ചെയ്തിട്ടുള്ളതെന്ന് ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ക്യാമറാമാൻ അജയൻ വിൻസെന്റ് സർ, അദ്ദേഹത്തിന്റെ ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ തന്നെ വളരെ, അല്ലെങ്കിൽ ഒരു വളരെ ഏറ്റവും തിരക്കേറിയ ക്യാമറാമാൻമാരിൽ ഒരാളാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത്, വളരെ മനോഹരമായിട്ടുള്ള ഹിറ്റുകൾ, മാസ് ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള സിബിയേട്ടൻ്റെയും ഉദയേട്ടൻ്റെയും സ്ക്രിപ്റ്റ്. കാരണം ഇത്രയും നല്ല പാട്ടുകൾ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല സിറ്റുവേഷൻ, നല്ല സോങ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പാട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വളരെ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ചെയ്യാനുള്ള 3 സിറ്റുവേഷൻസ് ഒരുക്കിയത് അവരാണ്. അതുപോലെ തന്നെ ഈ ചിത്രത്തിൻ്റെ എഡിറ്റർ ജോൺ കുട്ടി. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഏതൊരു വർക്കിൻ്റെയും പുറകിൽ ഒരു ടീം വർക്ക് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ കീബോർഡ് പ്രോഗ്രാമേഴ്സ് സാബു ഫ്രാൻസിസ്, സാബു ചേട്ടൻ ആൻഡ് എബി ടോം സിറിയക്, അതുപോലെ തന്നെ എൻ്റെ ബാക്കിംഗ് വോക്കൽസിൽ വർക്ക് ചെയ്തിട്ടുള്ള മഹേഷ്, അതുപോലെ തന്നെ രാധിക നാരായണൻ, ഇത്രയും ഇവരെല്ലാവരെയും ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. കാരണം രാധികയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രേയ ഘോഷാലിൻ്റെ പാട്ടിൻ്റെ ട്രാക്ക് അവർ പാടി ശ്രേയ കേൾക്കുന്ന സമയത്ത് വളരെ നല്ലതായിട്ട്, അതായത് അത്രയും മനോഹരമായിട്ട് പാടിയിരിക്കുന്നു എന്നുള്ള ശ്രേയയുടെ അപ്രിസിയേഷൻ പോലും ആ കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു വേളയിൽ ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തായാലും താങ്കൾ നേരത്തെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി വാഹിദ എന്ന ആ ഗാനത്തെക്കുറിച്ച്. ശ്രേയ ഘോഷാലും രഞ്ജിത്തും ചേർന്ന് പാടിയ പാട്ട്, ശ്രേയയെ പാട്ട് പാടാനായി ഏൽപ്പിച്ചത് തീർച്ചയായിട്ടും അവരാണ് ഇതിന് ഏറ്റവും ആപ്റ്റായ ശബ്ദം എന്നുള്ളത് കൊണ്ട് തന്നെയാണോ? തീർച്ചയായിട്ടും. കാരണം ഈ ഒരു പാട്ട് പാടാൻ ശ്രേയേക്കാൾ പറ്റിയൊരു സിംഗറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഈ പാട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ, ഈ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ശ്രേയ ആയിരിക്കണം ഈ പാട്ട് പാടേണ്ടതെന്നുള്ളൊരു മനസ്സിലൊരു ധാരണ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്ന റഫീഖ് അഹമ്മദാണ്. റഫീഖ് അഹമ്മദും ഒത്തുള്ള താങ്കളുടെ ഒരു കൂട്ടുകെട്ട് അതെങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞാൻ ഇടയ്ക്ക് വെച്ച് പറയാൻ വിട്ടുപോയതാണ്, ഈ ഗാനങ്ങളിലെ വരികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സോങ്സിനെ സംബന്ധിച്ചിടത്തോളം. കാരണം റഫീഖയുമായിട്ട് ഏകദേശം 4ഓളം ചിത്രങ്ങളിൽ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓണവെയിലോളങ്ങളിൽ ചക്രമാവിന് കൊമ്പത്ത് തുടങ്ങിയ, അല്ലെങ്കിൽ ഇല്ലാത്ത ആലം കൈമാറുമ്പോൾ, അതുപോലെ തന്നെ ഇമ്മാനുവലിലെ മാനസുദിച്ചത്, എന്നോട് കൂടി വസിക്കുന്ന ദൈവമേ. അതിനുശേഷം മുസ്ലിം ടച്ചുള്ള അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഗാനരചയിതാവ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്നും പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഏറ്റവും തിരക്കേറിയ ഒരു ഗാനരചയിതാവും മലയാളത്തിൽ ഈ കാലയളവിന് ഒരു
5-6 വർഷ കാലയളവിനിടയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ്സ് മലയാളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ഗാനരചയിതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വരികൾ ഈ ഗാന പ്രത്യേകിച്ച് വാഹിദ എന്ന് പറഞ്ഞ സോങ്ങിലാണെങ്കിലും അതുപോലെ തന്നെ പുത്തനിൽ എനിക്ക് പൂവിരിഞ്ഞ്, കാരണം ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മുസ്ലിം കൾച്ചർ നിലനിർത്തിക്കൊണ്ടുള്ള വരികൾ അദ്ദേഹത്തിന് കാരണം അത്രയും മനോഹരമായ വരികളും കൂടെയാണ് ഈ പാട്ടിനെ കൂടുതൽ ശ്രദ്ധേയമാക്കിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും വാഹിദ എന്ന ഗാനം കൂടി നമുക്ക് കേൾക്കാം. അതിന് മുൻപ് ഇപ്പോൾ ചിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് കൂടി വരികയാണെങ്കിൽ കലണ്ടറിൽ ഗാനഗന്ധർവൻ യേശുദാസിന് വേണ്ടി തന്നെ ഗാനങ്ങൾ ഒരുക്കിയിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തിൻ്റെ 50ാം വാർഷികത്തിൽ അദ്ദേഹം തിരഞ്ഞെടുത്ത 50 പാട്ടുകളിൽ ഒന്ന് അഫ്സൽ യൂസഫിൻ്റേത് കൂടിയായിരുന്നു. ആ ഒരു സന്തോഷത്തെ കൂടി തീർച്ചയായിട്ടും അത് എനിക്ക് ഒരു നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ളൊരു പ്രതീതിയാണ് അങ്ങനെ കേൾക്കുമ്പോൾ. കാരണം അദ്ദേഹത്തെ പോലെ എല്ലാവരും അറിയുന്ന, കേരളം അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ആരാധിക്കുന്ന ഒരു സിംഗർ, അദ്ദേഹത്തിൻ്റെ 50ാമത്തെ വർഷം തികയുന്ന സമയത്ത്, അദ്ദേഹത്തിൻ്റെ കരിയറിലെ 50 ഇയർ അദ്ദേഹം തികയ്ക്കുന്ന സമയത്ത് വളരെ എന്താ പറയുന്നത് സന്തോഷകരമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ അധികം പാട്ടുകൾ അല്ലെങ്കിൽ അധികം പടങ്ങൾ ചെയ്യുന്നൊരു മ്യൂസിക് ഡയറക്ടറുമായിരുന്നില്ല. എന്നിട്ട് കൂടി എൻ്റെ ഒരു പാട്ട് അദ്ദേഹത്തിന് ഇഷ്ടമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് 50 പാട്ടുകളിൽ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണെന്ന് അദ്ദേഹം പറഞ്ഞതിലുള്ളൊരു സന്തോഷം എനിക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെയുള്ള ഒരു സിംഗറിനെ കൊണ്ട് പാടിക്കാൻ സാധിച്ചത്, അതും എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ, അതായത് കലണ്ടർ എനിക്ക് തോന്നുന്നു എൻ്റെ 2ാമത്തെ ചിത്രമാണ്. ആ ഒരു ചിത്രത്തിൽ തന്നെ അദ്ദേഹത്തെ കൊണ്ട് 2 പാട്ടുകളോളം പാടിക്കാനുള്ള ഒരു അവസരവും കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും മൈലാഞ്ചി മുഞ്ചുള്ള വീട് എന്ന ചിത്രത്തിലെ ഗാനവിശേഷങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ബി പോസിറ്റീവ് നേരുകയാണ്.